ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് പറയില്ലേ. എന്ന പോലത്തെ ഞാൻ കുറച്ച് ദിവസം മുൻപ് ഉണ്ടാക്കി കാട്ടിത്തന്ന ആ ഒരു ടെറേറിയ ഉണ്ടല്ലോ, അതിലത്തെ മോസ് എല്ലാം അഴുകി തുടങ്ങി. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, സ്പ്രിങ് ടെയിലിന് ഇട്ടാൽ മതി, പിന്നെന്താ സിനമൺ പൗഡർ പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതെല്ലാം ചെയ്ത് നോക്കിയിട്ടോ. പക്ഷേ രക്ഷയില്ല. അങ്ങനെ അതാ അവിടെ നിന്നായിരുന്നു ചെടികളിലേക്ക് വരെയും ആ പൂപ്പലെല്ലാം സ്പ്രെഡായി തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം എടുത്ത് കളയാം, ക്ലീൻ ചെയ്യാമെന്ന്. പിന്നെ ഇവിടെ അത്രയ്ക്ക് നല്ല മോസ് കിട്ടണില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ തൊടിയിലിറങ്ങി നോക്കിയാൽ തന്നെയും കിട്ടും, കിണറിൻ്റെ വക്കത്തും മതിലുമ്മലൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ അത്രയ്ക്ക് നല്ല ഫേണോ മോസൊന്നും കിട്ടാനില്ല. ഖത്തറിൽ എവിടെയെങ്കിലും മോസ് കിട്ടുന്നത് അറിയെങ്കിൽ ഒന്ന് പറയണേ. അപ്പം ഞാൻ അതെല്ലാം ക്ലീനാക്കി എടുക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കണം എന്ന് പറയണേ. അപ്പോഴാണ് ആ ചെടികളിലെല്ലാം വേര് വന്നതെല്ലാം അതിൽ പിടിക്കുന്നുണ്ടോ, ഇതുപോലെ എന്തെങ്കിലും അഴുകി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം മാറ്റി കൊടുത്ത് നമുക്കൊന്നും കൂടി സെറ്റ് ചെയ്തെടുക്കാനൊക്കെയുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് നാൾ മുമ്പേ തന്നെ ഉണ്ടാക്കി തുടങ്ങണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ.